ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുമായി ക്രൈംബ്രാഞ്ച് ഇന്നും തെളിവെടുപ്പ് നടത്തും. കേസിലെ 4-ാം പ്രതി അബ്ദുൽ നാസറിനെ മലപ്പുറം മേൽമുറിയിലെ മദീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് നീക്കം. മുഖ്യ പ്രതി മുഹമ്മദ് ഷുഹൈബിനെയും അബ്ദുൽ നാസറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് നീങ്ങും. ദീപക് തർപ്പണം കോഴിക്കോട്. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ, വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ക്രൈംബ്രാഞ്ച് ഈ കേസിൽ വളരെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇതിലേക്ക് മുഖ്യപ്രതി ഷുഹൈബ്, അതായത് MS സൊല്യൂഷൻ്റെ ഉടമസ്ഥൻ ഷുഹൈബ് വളരെ കൃത്യമായി ഈ പോലീസിന് വിവരങ്ങൾ ലഭിക്കാതിരിക്കാനുള്ള ഒരു നയമാണ് സ്വീകരിക്കുന്നത്. അതായത് പോലീസിനോട് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം സഹകരിക്കുന്നില്ല ഈ പ്രതി എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എന്നാൽ പോലീസാണെങ്കിൽ മറ്റു പ്രതികളുടെ മൊഴികളിൽ നിന്നും വളരെ കൃത്യമായി ഷുഹൈബാണ് ഇതിൻ്റെ കാരണക്കാരൻ, ഇതിൻ്റെ സൂത്രധാരകൻ എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിൽ ചില അധ്യാപകർ, പ്രതികളായ അധ്യാപകർ ഈ MS സൊല്യൂഷനിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ചോർത്തൽ നടന്നിരുന്നു. മാത്രവുമല്ല, സമാനമായ രീതിയിൽ മറ്റ് സ്ഥാപനങ്ങൾ ചെയ്തിരുന്നോ എന്നുള്ള കാര്യം കൂടി ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട് എസ് കെ. ഏതായാലും ഇന്ന് ഈ മേൽമുറിയിലെ സ്കൂളിലേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടക്കുകയാണ്. കാരണം ആ സ്കൂളിലെ പിയൂണാണ് ഇതിലെ പ്രതി. അവിടെ നിന്നും ചോദ്യപേപ്പർ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ കേസിലെ കണ്ടെത്തൽ, ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ. ക്രൈംബ്രാഞ്ച് ഈ കേസിൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് കടക്കുന്നത്. കാരണം ഇതിലെ വസ്തുത പുറത്തു പറയാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ ഇതിലെ ഷുഹൈബ് തയ്യാറാവുന്നില്ല. മറ്റു പ്രതികളൊക്കെ സത്യം പറയാനും തയ്യാറാവുന്നുണ്ട്. പക്ഷേ എല്ലാം ഷുഹൈബ് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് താൻ ഇതിൽ നിരപരാധിയാണ്, രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് പൊളിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എസ് കെ.